അമേരിക്കയുടെ അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ആണവശക്തിയാൽ സഞ്ചരിക്കുന്ന USS ഡ്വൈറ്റ് ഡി ഐസൻഹോവർ സംഘർഷം രൂക്ഷമായിരിക്കുന്ന ചെങ്കടലിൽ എത്തിയിരിക്കുകയാണ്. അത്യാധുനിക ഇറാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ചെങ്കടലിൽ സൂയിസ് കനാലിലൂടെ സഞ്ചരിക്കുന്ന കാർഗോ ഷിപ്പുകൾക്ക് നേരെ അടിച്ചമർത്തപ്പെട്ട പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടതോടെ ലോകത്തെ വമ്പൻ ചരക്ക് കപ്പലുകൾ വഴിമാറി സഞ്ചരിക്കുവാൻ തുടങ്ങി. ഇതോടെ ആഗോള വിപണന ശൃംഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുവാനാണ് USS ഐസൻഹോവർ ഇപ്പോൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച USS ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഷിപ്പിന് വയസ്സായതോടെ പകരമെത്തിയതാണ് USS DD ഐസൻഹോവർ. 1970 അനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിച്ച കപ്പൽ ന്യൂപോർട്ട് ന്യൂസ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ് 1977 കമ്മീഷൻ ചെയ്ത് കടലിൽ ഇറക്കിയത്. $679 ആയിരുന്നു നിർമ്മാണ ചെലവ്. അതായത് ഇന്നത്തെ ഏകദേശം $5.5 ബില്യൺ. 1000-ലധികം അടി നീളമുള്ള കപ്പലിന് 244 അടി ഉയരമുണ്ട്. കപ്പലിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സഞ്ചാരത്തിനുമായി 2 വെസ്റ്റിംഗ് ഹൗസ് A4W ന്യൂക്ലിയർ റിയാക്ടറുകളാണുള്ളത്. ഇത് കൂടാതെ 4 സ്റ്റീം ടർബൈനുകളുമുണ്ട്. മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുവാൻ കപ്പലിന് സാധിക്കും. RIM-7 സീ സ്പാരോ മിസൈൽ ലോഞ്ചേഴ്സ്, റോളിംഗ് എയർഫ്രെയിം മിസൈൽ ലോഞ്ചേഴ്സ്, ഇതൊക്കെ കൂടാതെ ഫാലങ്സ് പീരങ്കികളും ഉണ്ട് ഈ കപ്പലിൽ. 5000-ഓളം സൈനികരും അത്യാധുനിക ഫൈറ്റർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഈ കപ്പലിൽ എല്ലാ സമയവും ഉണ്ടാകും. ഇന്ത്യൻ മഹാസമുദ്രം, മിഡിൽ ഈസ്റ്റിലെ സമുദ്രങ്ങളൊക്കെ ഇവൾക്ക് കാണാപ്പാടമാണ്. 1980 അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറാണ് ഇറാൻ ബന്ദികളാക്കിയ 52 അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു സൈനിക നീക്കത്തിന്റെ ഭാഗമായി USS ഐസൻഹോവറിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുന്നത്. 1983 ലിബിയൻ ഏകാധിപതി മുഹമ്മർ അൽ ഖദാഫി ലിബിയ അവർ അവകാശപ്പെടുന്ന സിദ്ര ഉൾക്കടൽ മേഖലയിലേക്ക് ഐസൻഹോവർ കപ്പൽ പ്രവേശിച്ചാൽ രക്തത്തിൽ കപ്പൽ മുക്കിയെടുക്കുമെന്നൊരു ഭീഷണി മുഴക്കിയെങ്കിലും ഒടുവിൽ ഐസൻഹോവറിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വന്നത് ചരിത്രം. 1985 അമേരിക്കയിൽ മടക്കിക്കൊണ്ടുവന്ന ഐസൻഹോവർ തിരികെ എത്തുന്നത് അത്യാധുനിക യുദ്ധ സംവിധാനങ്ങളുമൊക്കെയായിട്ട് ഒരു ഒന്നൊന്നര വരവായിരുന്നു. ക്ലോസിംഗ് വെപ്പൺ സിസ്റ്റം, സീ സ്പാരോ മിസൈൽ സിസ്റ്റം, നേവൽ ടാക്ടിക്കൽ ഡാറ്റ സിസ്റ്റം തുടങ്ങി ആന്റി സബ്മറൈൻ വാർഫെയർ മോഡ്യൂൾ വരെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഈ വരവ്. ഇറാഖിന്റെ കുവൈറ്റ് അധിനിവേശ സമയത്താണ് ഇവൾ ആദ്യമായി ചെങ്കടൽ കാണുന്നത്. അന്ന് സൂയിസ് കനാൽ കടക്കുന്ന രണ്ടാമത്തെ ആണവശക്തിയാൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലായിരുന്നു ഐസൻഹോവർ. സൗദി അറേബ്യക്കെതിരെ ഇറാഖ് തിരിഞ്ഞപ്പോൾ മുൻനിരയിലുണ്ടായിരുന്നു സൗദിക്കായി ഐസൻഹോവർ പടക്കം. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നറിയപ്പെട്ട ഗൾഫ് യുദ്ധത്തിന്റെ ഭാഗമായ കപ്പൽ പിന്നീട് സൊമാലിയയിൽ തമ്പടിച്ച അൽ-ഖ്വയ്ദ ഗ്രൂപ്പിനെ തുരത്തുവാനും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരി സമയത്ത് മാളത്തിൽ ഒളിച്ചവരെല്ലാം ഇപ്പോൾ യുദ്ധക്കൊതി മൂത്ത് പരസ്പരം പോരടിച്ച് കൊന്നെടുക്കുമ്പോൾ സാധാരണ മനുഷ്യന്റെ അന്നം മുട്ടിക്കുവാൻ ചെങ്കടൽ പാതയിലെ ചരക്ക് ഗതാഗതവും ഇപ്പോൾ മുടങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ ദൗത്യവുമായി ചെങ്കടലിൽ നങ്കൂരമിടുകയാണ് പടക്കപ്പലുകളിലെ റാണി ഐസൻഹോവർ. ഇടയ്ക്കിടയ്ക്ക് നിറം മാറുന്ന ഒരു സ്വഭാവം ഈ ചെങ്കടലിലുണ്ട്. പൊതുവെ നീലയും പച്ചയും കലർന്ന ശാന്തമായ ഒരു നിറമാണെങ്കിലും ചിലപ്പോൾ രൗദ്രഭാവം കൊണ്ട് റെഡിഷ് ബ്രൗൺ കളറുമാകാറുണ്ട് ഈ ചെങ്കടൽ. മനുഷ്യൻ പരസ്പരം ഓർ വിളിക്കുന്ന ഈ സമയത്ത് രക്തത്തിൽ മുങ്ങി പേര് പോലെ ഈ കടൽ ചെങ്കടൽ ആകാതെ ഇരിക്കട്ടെ എന്നുള്ളൊരു പ്രത്യാശ